കൊല്ലം ജില്ലയിൽ താഴത്തു കുളക്കടയിലാണ് പ്രശസ്തമായ ഉത്തരകാശി അധിപൻ ശ്രീ കാലഭൈരവമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം പരമശിവന്റെ ഒരു പ്രചണ്ഡ രൂപമാണ് കാലഭൈരവൻ അഥവാ ഭൈരവൻ. വിനാശകാരിയായ അല്ലെങ്കിൽ വിനാശത്തെ നിയന്ത്രിക്കുന്ന ശിവരൂപമാണ് കാലഭൈരവൻ എന്നാണ് വിശ്വാസം. ഹിന്ദുമതത്തെ കൂടാതെ ജൈന, ബുദ്ധമതങ്ങളിലും കാലഭൈരവനെ ആരാധിക്കാറുണ്ട്. സംഹാര രുദ്രനായിട്ടാണ് കാലഭൈരവനെ പൊതുവെ ചിത്രീകരിക്കാറുള്ളത്. ശരീരത്തിൽ സർപ്പങ്ങളും കലാപമാലകളും ആഭരണമായി അണിഞ്ഞിരിക്കുന്നു. മഹാദേവന്റെ രൂപങ്ങളായ 8 ഭൈരവന്മാരിൽ പ്രധാനിയാണ് കാലഭൈരവൻ. മഹേശ്വരൻ ഈ രൂപത്തിൽ ബ്രഹ്മാവിന്റെ 5ാമത്തെ ശിരസ് നുള്ളിയെടുത്തു എന്ന് ശിവപുരാണത്തിൽ കാണാം. കാലത്തിന്റെ അഥവാ സമയത്തിന്റെ ഈശ്വരനായും കാലഭൈരവനെ സങ്കല്പിക്കാറുണ്ട്. കാവൽ ദൈവമായ കാലഭൈരവനെ ആരാധിച്ചാൽ കാലദോഷങ്ങളും കഠിന ദുരിതങ്ങളും അകന്ന് ദീർഘായുസ് ലഭിക്കുമെന്നും വിശ്വാസമുണ്ട്. സുവർണ ഭൈരവൻ എന്ന രൂപത്തിൽ സമ്പത്തും ഐശ്വര്യം നൽകുന്നതും ഭൈരവൻ തന്നെ എന്നാണ് വിശ്വാസം. ശനിയുടെ യഥാർത്ഥ ദേവതയും കാലഭൈരവനാണെന്നാണ് ഐതിഹ്യം. സതിയുടെ ശരീരപിണ്ഡങ്ങളുടെ രൂപത്തിൽ ആദിപരാശക്തി കുടികൊള്ളുന്ന ശക്തിപീഠ ക്ഷേത്രങ്ങളിലൂടെ സംരക്ഷണ മൂർത്തിയായി കാലഭൈരവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. സുവർണ ഭൈരവൻ എന്ന രൂപത്തിൽ സമ്പത്തും ഐശ്വര്യം നൽകുന്നതും ഭൈരവൻ തന്നെ എന്നാണ് വിശ്വാസം. ശനിയുടെ യഥാർത്ഥ ദേവതയും കാലഭൈരവനാണെന്നാണ് ഐതിഹ്യം. സതിയുടെ ശരീരപിണ്ഡങ്ങളുടെ രൂപത്തിൽ ആദിപരാശക്തി കുടികൊള്ളുന്ന ശക്തിപീഠ ക്ഷേത്രങ്ങളിലൂടെ സംരക്ഷണ മൂർത്തിയായി കാലഭൈരവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കാശിയിലെ കാലഭൈരവ ക്ഷേത്രം പ്രസിദ്ധമാണ്. കാശിയുടെ കാവൽ ദൈവമായ കാലഭൈരവൻ സകല ആപത്തുകളിൽ നിന്നും ഭക്തരെ രക്ഷിക്കുമെന്നാണ് വിശ്വാസം. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ, കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവനായ ക്ഷേത്രപാലൻ എന്നിവർ കാലഭൈരവന്റെ സങ്കല്പമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഉപദേവതകളായി ശ്രീ കാലഭൈരവി, മഹാഗണപതി, നാഗരാജാവ്, നാഗയക്ഷി, ബ്രഹ്മരക്ഷസ്, യോഗീശ്വരൻ, ശ്രീ അയ്യപ്പൻ, ശ്രീ നരസിംഹമൂർത്തി എന്നിവർ ശ്രീകോവിലിന്റെ ഉള്ളിലായി സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിന് പുറത്ത് തെക്കുമാറി ഭൂതപ്രേത പിശാചുക്കളുടെ അധിപതിയായ പേയ് തമ്പുരാട്ടിയും കുടികൊള്ളുന്നു.